അണ്ണാ ആയില്ല അണ്ണാ, വിളിക്ക. ഓ ഇത് ആരടേ? ആയില്ല, വിളിക്ക ലൈവിലാ. ആരാടാ നിന്നിങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്? പറയണ്ട അണ്ണാ, ആയില്ല, വിളിക്കാം. ഞാൻ അമ്മ വിളിച്ചോളാം. തക്കാളിയും ഉള്ളിയും മല്ലിച്ചപ്പും തുടങ്ങി പച്ചക്കറികൾ കുനുകുനാ അരിഞ്ഞ് നേരെ പാത്രത്തിലേക്ക്. കൂടെ വെളിച്ചെണ്ണയും കറുമുറാന്ന് മുരിയുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും. ദം പൊട്ടിച്ചപ്പോൾ അന്തരീക്ഷമാകെ മനസ്സ് നിറയുന്ന രുചിയുടെ ഗന്ധം. ആമ്പൂർ ബിരിയാണി, തലശ്ശേരി ബിരിയാണി, തലപ്പാക്കട്ടി ബിരിയാണി, പിന്നെ നല്ല കോഴിക്കോടൻ ദം ബിരിയാണിയും. ഓരോ ബിരിയാണിയും രുചിച്ച് വിധികർത്താക്കളാകെ കുഴങ്ങി. ആഹാ, ഒരു രക്ഷയുമില്ല. എല്ലാം പൊളപ്പം തന്നെ. നല്ല വെടിച്ചില്ലി ബിരിയാണി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം നടന്ന ഫെസ്റ്റിൽ ആലപ്പുഴ ജില്ലയിലായിരുന്നു അമ്മയും മകളും മത്സരിച്ച കോമ്പറ്റീഷൻ. അതായത് അമ്മയും മകളും അങ്ങനെ രണ്ടുപേരും മത്സരിച്ചു. ട്രിവാൻഡ്രത്തും അതങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ഇത് ഇതല്ലേ മകള്? പേരെന്താ? അഫ്ര. പക്ഷെ ഞാൻ ആലപ്പുഴ ജില്ലയിൽ കൂടെ ഉണ്ടായിരുന്നത് അമ്മയും മകളെ. പക്ഷെ തൊട്ടടുത്താ നിന്നേ. നിങ്ങൾ കുറച്ച് അങ്ങ് ദൂരത്തിലായി പോയത്? വേണ്ട, ഒരുമിച്ച് നിൽക്കണ്ടെന്ന് വിചാരിച്ചു. ആണോ? അമ്മക്കൊരു ഡിസ്റ്റർബൻസ് ആയാലും. റെസിപ്പി എൻ്റെ ഓൺ റെസിപ്പിയാണ്. ലൈക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടം കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ഈ ബിരിയാണിക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, മൊഹബത്ത് ദം ബിരിയാണി എന്നാണ്. കുഴപ്പമില്ല, പിന്നെ നമ്മുടെതല്ലേ മോള്. ബിരിയാണിയുടെ പേര് ഫാരി സ്പെഷ്യൽ. ഇവിടെ ഫാരി സ്പെഷ്യലാണ്. ഞാനാണ്. ശില്പ. ഉണ്ട്. ആദ്യമായിട്ടാണ്. അതെ. കഴിഞ്ഞു. ഇല്ല, കൂളായിട്ട് ചെയ്തു. അതെ, ബിരിയാണി ഞാൻ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കിയത്. വേറെ ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. ഏതായാലും റോസ് ബ്രാൻഡ് കേരള ബിരിയാണി ക്വീൻ ജില്ലാതല മത്സരം തിരുവനന്തപുരത്തെത്തിയതോടെ വേറിട്ട ബിരിയാണി രുചികളുടെ കയ്യൊപ്പായി മാറിയിട്ടുണ്ട്. പരാതിയും പരിഭവങ്ങളും ഇല്ലാതെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മെഗാ ലൈവ് കുക്കിംഗ് ബിരിയാണി കോമ്പറ്റീഷൻ 14 ജില്ലകൾ പൂർത്തീകരിച്ച് ഇവിടെ തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ്. ഇനി ഗ്രാൻഡ് ഫിനാലെ ഫെബ്രുവരി 12-ാം തീയതി കൊച്ചിയിൽ നടക്കും. നമ്മുടെ സ്വന്തം മമ്മൂക്കയാണ് ചീഫ് ഗസ്റ്റ്. അപ്പോൾ അവിടെ വെച്ച് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.